ഇന്റലിജൻസ് നമ്മുടെ ചുരിദാറിന്റെ വീഡിയോയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വരുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാട്ടോ. ഇത് ശരിക്കും ഫുള്ളായിട്ട് ചിക്കൻ വർക്കും കട്ട് വർക്കും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. മൊത്തത്തിൽ വർക്കാട്ടോ. നമുക്ക് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും വർക്കാണ്. ദുപ്പട്ടയ്ക്കകത്തും മൊത്തത്തിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് വർക്കിന്റെ ഡിസൈനിന്റെ ഫിനിഷിങ് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര നല്ല ഒരു ഐറ്റം ആണ്. ശരിക്കും പെട്ടെന്ന് കണ്ട് നമുക്ക് സിൽക്കിലൊക്കെ വരുന്ന അതേ ഫിനിഷിൽ തന്നെയാട്ടോ ആ ഒരു കട്ട് വർക്കിന്റെ ആ ഒരു ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയുടെ ബോർഡർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കട്ട് വർക്ക് അത്രയും ഫിനിഷിങ് ചെയ്ത് വരണമെങ്കിൽ അത്യാവശ്യം റേഞ്ച് വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ കളേഴ്സ് ആണെങ്കിലും നല്ലതാണ്. ഇത് ശരിക്കും ഫംഗ്ഷനൊക്കെ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി, കാരണം അത്രയും നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു കട്ട് വർക്കിൻ്റെ കളറാണ്, പീച്ച് കളറിലാണ് ചെയ്തേക്കുന്നത്. ഫുൾ വീലിങ്ങിന് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻസ് എല്ലാം വന്നേക്കുന്നത്. പിന്നെ നമ്പർ M819, റേറ്റ് 1900, 1990. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്കിൻ്റെ ടോൺ ആട്ടോ. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന റാണി പിങ്ക് കളർ കോമ്പിനേഷൻ കട്ട് വർക്കിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണാൻ ഭയങ്കര രസമുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദുപ്പട്ടയ്ക്കകത്ത് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ വർക്കിൻ്റെ പാറ്റേണിന് ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്, ഫ്ലവേഴ്സിന് ചെറിയ വ്യത്യാസം. പക്ഷെ അത് അത്ര പെട്ടെന്ന് അറിയില്ല, നമുക്ക് അടുത്ത് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലുള്ളൂ, കാരണം മൊത്തത്തിൽ വർക്കാണ്. പിന്നെ ആ സെയിം കളർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് നോക്കിയെങ്കിൽ ആ വർക്കിൻ്റെ ഒരു ഡിസൈൻ എന്താണെന്നുള്ള മനസ്സിലുള്ളൂ. ബാക്കി മൊത്തത്തിൽ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ആട്ടോ ഇരിക്കുന്നത്. ചെറിയ ഫ്ലവേഴ്സിന് മാത്രം ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമ്പർ വരുന്നത് M820, റേറ്റ് 1990. ഇതും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഡാർക്ക് വൈനും പിങ്കും ആയിട്ടുള്ള കോമ്പിനേഷൻ, പിങ്ക് അല്ല കേട്ടോ, പീച്ച് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ വർക്കാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വില കൊടുക്കുന്നതിൻ്റെതായ ഒരു ഗുണം അതിനുണ്ട്, കാരണം ആ ഒരു ഭംഗി അത്രയുണ്ട് കേട്ടോ. മാത്രമല്ല ഇത്രയും വർക്ക് ചെയ്തിട്ടും ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്മൂത്താണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. നമ്മുടെ ഒരു സിൽക്കി കോട്ട ഫാബ്രിക് ആണെങ്കിൽ പോലും ചെക്കോട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാബ്രിക് ആട്ടോ, പക്ഷെ അത് നല്ല ഒതുങ്ങി കിടക്കും. ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും നല്ലതായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും വെയിറ്റ് ഇല്ല, നല്ല നമുക്ക് തയ്ച്ച് ഇട്ടാലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. മൊത്തത്തിൽ കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാട്ടോ. പിന്നെ നമ്പർ M822, റേറ്റ് സെയിം തന്നെ. അടുത്ത ഷെയ്ഡ് കാണാം. അടുത്ത് വരുന്നത് ഇതും നല്ല കോമ്പിനേഷൻ ആട്ടോ. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനും യെല്ലോയാണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സെയിം യെല്ലോ ഷെയ്ഡാണ് നമുക്ക് ബോട്ടം വരുന്നത്. കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് കേട്ടോ. അപ്പോൾ രണ്ട് കളറുടെ മിക്സ് ആയിട്ടാണ് ആ ഒരു ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഫുൾ വീലിങ്ങിന് വരും. മൊത്തം വർക്കുണ്ട് എല്ലാത്തിനും. പിന്നെ നമ്പർ M823, റേറ്റ് 1990. ഇത് മിക്കവരുടെ തന്നെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷൻ ആട്ടോ. നല്ല ബ്ലാക്കിൽ ബ്ലൂ വർക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് എടുപ്പുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിനെ ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതാണ് വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആട്ടോ. നല്ല ഹൈറ്റ് ഉറക്കം പറ്റുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ മാത്രമല്ല ദുപ്പട്ടയ്ക്കകത്ത് ആ ഒരു വൺ സൈഡ് നല്ല വീതിക്കാണ് വർക്ക് വരുന്നത്. അങ്ങനെ കട്ട് വർക്ക് തട്ടിക്കൂട്ടോ അങ്ങനെ ചെറിയ രീതിയിലൊന്നും അല്ല, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പ്രൈസ് കൊടുക്കുന്നതിൻ്റെതായ ആ ഒരു ഗുണം അതിലുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലും മൊത്തത്തിൽ വർക്ക് തന്നെയാണ്. നമ്പർ M821, റേറ്റ് 1990.